എനിക്ക് തോന്നുന്നു പെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു ക്രിയേറ്റീവ് ഏരിയയിലെ ഏറ്റവും വലിയൊരു ബൂസ്റ്റർ തന്നെയാണ് പെയിൻ. ആ പെയിന് എന്ന് തന്നെയാണ് ഏറ്റവും നല്ല വർക്കുകൾ ഉണ്ടാവുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ ഫഹീദ്, വെൽക്കം. താങ്ക് യു. അപ്പോൾ ഫഹീദിന് കുറേ കാലമായിട്ട് ഇപ്പം മ്യൂസിക് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ആളാണ്. നിങ്ങളുടെ കുറേ പ്രസിദ്ധമായിട്ടുള്ള ചില കമ്പോസിഷൻസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് അറിയാവുന്നവരാണ്. അതെ. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നിട്ട് ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ കാരണമായത് കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ പൊതുവേ നമുക്ക് സംഗീതത്തിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതെ. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണോ അതോ ചെറുപ്പം പോലെ സംഗീതത്തോട് താല്പര്യമുണ്ടോ? എപ്പോഴാണ് ഇങ്ങനെയൊരു സംഗീതം എന്നുള്ളൊരു പാഷന് തിരിച്ചറിയുന്നതെന്ന്? അതെ, അത് എൻ്റെ ഉമ്മയും ഉപ്പയും പാടും. പിന്നെ നമ്മൾ ചെറിയ കാലത്ത് ഈ മദ്രസയിൽ പഠിച്ചിരുന്നു, ഇവിടെ നാട്ടിൽ തന്നെയുള്ള മദ്രസയിൽ. അപ്പം അവരിങ്ങനെ ഈ ആനുവൽ ഡേ, കലോത്സവമല്ല, അവരുടെ ആനുവൽ ഡേ ഉണ്ടാവല്ലോ, അതിനൊക്കെ ചെറിയ പിള്ളേരെ നബിദിനം, അതെ അതെ, നബിദിനത്തിന് പല പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് പല കുട്ടികളെ എടുക്കുന്ന സമയത്ത് എന്നെയും ഒന്ന് അവർ കൺസിഡർ ചെയ്ത്. അങ്ങനെ എനിക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായി. അന്ന് ഞാനൊരു നമ്മുടെ നാട്ടിൽ അലിമാഷ് എഴുതിയ ഒരു പാട്ട്, നബി വരുന്നേ എന്നുള്ള പാട്ട് പാടിയിട്ടാണ് സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അന്ന് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുകയും, അപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു ഇവനെ സൂക്ഷിക്കണം, ഈ കണ്ണുകൊള്ളും ഏറുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പാടാനുള്ള കഴിവ് ചെറുപ്പത്തിലെ ഉള്ളിലുണ്ട്, ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല, നാച്ചുറലി ഒരു കഴിവ് ഉണ്ടെന്ന് നമുക്കന്ന് മനസ്സിലായി. അതിനുശേഷം സ്കൂളുകളിൽ, നമ്മളന്ന് നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് പോയിരുന്നു, സബ് ജില്ലാ അടിസ്ഥാനത്തിൽ. അതെ, അന്ന് ഇതുപോലെ മാപ്പിളപ്പാട്ട്, അറബിക് ഗാനം, അതിനൊക്കെ പോകാറുണ്ട്, പ്രൈസും കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്നേ ഈ ഒരു മ്യൂസിക് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അതങ്ങനെ പഠിക്കാനോ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉപ്പാടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി ബദർ പാട്ടുകൾ, അത് ഔലമാഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഈ ബദർ പാട്ടുകൾ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുക, എന്നിട്ട് അത് നമ്മൾ പെർഫോം ചെയ്യുക, അതൊക്കെയായിരുന്നു പരിപാടി. പിന്നെ മ്യൂസിക്കലി പറയുകയാണെങ്കിൽ അതാണ് ബേസിക്കലി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു ജനറ്റിക്കലി കിട്ടിയ ഒരു സാധനമായിട്ടാണ് തോന്നിയത്. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ സിസ്റ്ററും കുറച്ചൊക്കെ പാടുമായിരുന്നു, പക്ഷെ അവളെ അത്രക്കൊരു എന്താ പറയുക, ആ ഒരു മേഖലയിലേക്ക് അവൾ പോയില്ല. അങ്ങനെയല്ല, എന്നെപ്പോലെ അങ്ങനെ കുറേ പാട്ടുകൾ എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ പാട്ടിനോടുള്ളൊരു താല്പര്യം അവൾ കാണിച്ചില്ല. അവൾക്കും ഇതുപോലെ ശബ്ദവും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത് എൻ്റെ ബ്രദറാണ്. പുള്ളി നല്ലോണം പാടും. അപ്പോൾ സമീർ എന്നാ പുള്ളിയുടെ പേര്. പിന്നെ വേറൊരു ലോകമാണ്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം എങ്ങനെയാണത്. അന്ന് ഈ പാട്ട് വരൊക്കെ പാടുമെന്ന് പറഞ്ഞു, പാട്ട് പാടുന്ന കുടുംബത്തിൽ പാട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് പിന്നെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സബ് ജില്ലയിലൊക്കെ പോയി എന്ന് പറഞ്ഞു, അപ്പോൾ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഇല്ല. സബ് ജില്ലയിലൊക്കെ പോയത് വളരെ ചെറിയ ക്ലാസ്സുകളിലാണല്ലോ, ഇപ്പം 1ാം ക്ലാസ് 2ാം ക്ലാസ്. അതിനുശേഷം സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നത് സബ് ജില്ലക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റൈലുള്ള സാധനങ്ങളാണ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വാപ്പ ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വാപ്പ അങ്ങോട്ടേക്ക് വിളിച്ചു എല്ലാവരെയും. അപ്പോൾ അവിടെയാണ് പിന്നെ ബാക്കി മ്യൂസിക്കൽ എന്താ പറയുക ഒരു ജേണി നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ
ഉപ്പ അതിൻ്റെ ഒരു അനുഭാവിയായിരുന്നു. അപ്പം അവരുടെ പ്രോഗ്രാംസ് എല്ലാം കൾച്ചറൽ ഇവൻസിലൊക്കെ നമ്മൾ വരാൻ തുടങ്ങി. പാട്ട് പാടാനും മദ്രസകളാണല്ലോ അവിടുത്തെ മെയിൻ. അപ്പോൾ അവിടുത്തെ മദ്രസകളിലെ പാട്ടും ആനുവൽ ഡേയും പരിപാടികളിലെല്ലാം അതിലൂടെയാണ് ഞാൻ പാട്ടിൻ്റെ ഒരു ലോകത്തിലിങ്ങനെ വളർന്നു വന്നത്. സ്റ്റേജിലാണെങ്കിലും സ്റ്റേജിൽ അപ്പിയർ ചെയ്തിട്ടൊക്കെ. അപ്പോൾ എല്ലാ മദ്രസ സംബന്ധമായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസിനും അല്ലാണ്ടൊക്കെ നമ്മൾ അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ എന്ന് പറയുന്നത് ഇത്തരം ഒരു ഇസ്ലാമിക് സോങ്സിൻ്റെ ഒരു ചുറ്റുപാടായിരുന്നില്ല. സ്കൂളിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷറേ കിട്ടിയിട്ടില്ല. കേൾക്കുമായിരുന്നു എന്നുവെച്ചാൽ മലയാളം സിനിമാ പാട്ടുകൾ അതെല്ലാം കേൾക്കുമായിരുന്നെങ്കിലും പാടുന്നത് മിക്കതും ഈ ഒരു ട്രഡീഷണൽ ഒരു മാപ്പിളപ്പാട്ട് രൂപത്തിലാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 8, 9, 10ാം ക്ലാസ് വരെ അതേ സ്റ്റൈൽ തന്നെ, ഈ ഒരു പാറ്റേൺ ആയിരുന്നു. അതായത് മദ്രസകളിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുക, അവിടുത്തെ പാട്ടുകൾ പാടുക, അവരും മൂടായിരുന്നു പോയിക്കൊണ്ടിരുന്നു. ഓക്കെ. അല്ല, നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പാട്ടിനോടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതുവായ സമീപനം ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് വേറൊരു സംവദിക്കേണ്ടതുണ്ട്. കുറച്ച് ലേറ്റായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ഹൈദരാബാദ് വെച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് താങ്കൾ വന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു. അതിനപ്പുറം ഇങ്ങനെ പാട്ടിനോട് വലിയൊരു അഭിനിവേശമോ താല്പര്യമോ ഒന്നും കാണിച്ചായിട്ട് എനിക്കൊന്ന് മനസ്സിലായിട്ടില്ല. അതായത് സാധാരണ പാടുന്നവർ പൊതുവെ പാടുന്നത് പോലെ ചില വേദികളിൽ നമ്മൾ നിർബന്ധിച്ചാലൊക്കെ താങ്കൾ പാടും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയുന്നത്. അതിനുശേഷം നിങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എന്തോ പഞ്ചാബിലൊക്കെ പോയി. ആ സമയത്താണ് ഈ കൊറോണ ഒരു ലോക്ക്ഡൗൺ ഒക്കെ സംഭവിക്കുന്നത് അല്ലേ? അപ്പം ആ സമയത്താണ് നമ്മളിങ്ങനെ എല്ലാവരും ഒന്ന് വീട്ടിലടച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ടോ. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓൺലൈനിലുള്ള വാട്സപ്പിലൊക്കെ പരസ്പരം സംസാരിക്കുക. ആ സമയത്ത് നിങ്ങൾ പാട്ടിനോട് ഭയങ്കരമായിട്ടൊരു പെട്ടെന്നൊരു അഭിനിവേശം കാണിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പല പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നതോ അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് എന്തെങ്കിലും ഒരു പാട്ടിനോട് പെട്ടെന്ന് താല്പര്യം തോന്നാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അതിൻ്റെ ഒരു പരിണാമം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട്. അതിന് ബേസിക്കലി റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന മദ്രസയോ അല്ലെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല. കേൾവിയിലൂടെ നമുക്ക് കിട്ടിയ കുറേ മെമ്മറീസ് മൊമെൻറ്റ്സ് തന്നെയാണ്. അതിൽ എനിക്ക് പേരെടുത്ത് പറയേണ്ടത് 2 സംഭവങ്ങളാണ്. ഒന്ന്, ഒരു ഫരീദ് കാക്ക എന്ന് പറയുന്ന ഒരാൾ, ഒരു ദർവിഷ് പോലത്തെ ഒരാളായിരുന്നു. പുള്ളി ഒരു കൊടക്കമ്പി ഇങ്ങനെ തലയിലിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാവും. അതായത് കുടയുടെ കമ്പി വളച്ചിട്ട് തലയിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തുണിയൊക്കെ വെച്ചിട്ട് മുകളിൽ പെട്ടി ഉണ്ടാവും, ഒരു ഹാർമോണിയം പെട്ടി. അതുമായിട്ട് വീടാന്തരം കയറി വരും പുള്ളി എല്ലാ വീടുകളിലും. നമ്മുടെ എനിക്ക് വന്നത് ഒരു പേരാമ്പ്ര കോഴിക്കോട് ഭാഗം പുള്ളി എനിക്ക് വന്നത് ജീവിതകാലം മുഴുവൻ പാട്ട് പാടിപ്പോയിട്ടുണ്ടാവും. എന്നാലും പുള്ളി പാടിയിരിക്കുന്ന പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള പഴയ പാട്ടുകളൊന്നുമല്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാൻ കേട്ടത് അന്നിറങ്ങിയ ഗസൽ എന്ന് പറയുന്ന സിനിമയിലെ ഈശൽ തേൻകണം വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പം ഞാൻ കേൾക്കുമ്പോൾ മേ ബി ഇറ്റ്സ് ലൈക്ക് 10 years old. പക്ഷെ അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി വെച്ചുകൊണ്ട് പുള്ളി അത് അന്നേരം നമ്മളെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പാടിയിട്ട്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും പൈസയൊക്കെ കൊടുക്കും. പൈസക്കല്ല പുള്ളി വരുന്നത്, പാടും കുട്ടികളൊക്കെ ഇങ്ങനെ കേൾക്കും, പോവും, അടുത്ത വീടുകളിൽ പോവും, ഇതുപോലെ തന്നെ പാടും. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന വീടുകളിൽ കുറേ നേരം നിൽക്കും, ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കും, പോവും. അത് വലിയൊരു മെമ്മറി ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാൾ പുള്ളീനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം ഇല്ല, അയാൾ മരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു, ഒരു പഴയ ടാക്കീസ്, ലൈക്ക് ഈ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള. അപ്പോൾ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവീസ് അല്ലെങ്കിലും അത്യാവശ്യം ക്ലാസിക് ആയിട്ടുള്ളതും പിന്നെ കുറേ മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടുകൾ ഉള്ള മൂവീസ് അവിടെ ഇറങ്ങും. അപ്പം സിനിമ തുടങ്ങുന്നതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇത് പാട്ടിട്ട് തുടങ്ങും. എല്ലാ തരത്തിലുള്ള മലയാള സിനിമ ഗാനങ്ങൾ തന്നെ. അപ്പോൾ അക്കാലത്ത് ഇറങ്ങിയ എനിക്ക് തോന്നുന്ന മെലഡീസ് തന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇത് ഒരു പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല. അത് ഓൾറെഡി ചിലപ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാവും. ഒരു ട്രിഗറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഞാൻ
ഒരു സ്കൂൾ കലോത്സവം ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ കലോത്സവമല്ല, ഈ ഖത്തറിലെ MESൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ആനുവൽ ഡേയിൽ, വലിയ ആനുവൽ ഡേ അവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നൊരു 5000, 6000, 7000 ഓഡിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു 10th 12th ടൈമിൽ. അതിനുശേഷം പിന്നെ കോളേജിൽ പോയപ്പോൾ ഈ ഒരു ആംബിയൻസേ ആയിരുന്നില്ല. അവിടെ റോക്ക് ഷോകളും ഭയങ്കരമായിട്ടുള്ള ആൾട്ടർനേറ്റ് വേറെ തന്നെ ഒരു ജോൺറയാണ് ഈ കോളേജിലൊക്കെ നമ്മൾ എക്സ്പോസ് ആകുന്നത്. എന്നാലും അത് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അന്ന് ഇറങ്ങിയ 2008 മുന്നേ അവിയൽ എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ കപ്പിൾ ഓഫ് സോങ്സ് ഇറങ്ങിയിരിക്കുന്ന സമയം അതൊക്കെ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ആൽബം, അവരുടെ ആൽബമൊക്കെ നമ്മൾ കുറേ കോളേജിൽ പ്ലേ ചെയ്തത്. അപ്പോൾ ട്രഡീഷണലിൽ നിന്ന് എൻ്റെ ഒരു ജേർണി നടക്കുന്നതെന്ന് വെച്ചാൽ കേൾവിയിൽ പല പല വ്യത്യസ്തമാർന്ന കേൾവികൾ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇൻ ദ ബിഗിനിങ് മാപ്പിളപ്പാട്ട് കേട്ട് വളർന്ന്, ബദർ പാട്ടുകൾ കേട്ട് വളർന്നു. പിന്നെ ഈ ഫരീദ് കാക്കേനെപ്പോൾ അവരുടെ ഗസലുകൾ പെട്ടി വായിച്ചിട്ട് പ്ലെയിനായിട്ട് കേൾക്കുന്നു. പിന്നെ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ വന്ന ഈ മാപ്പിളപ്പാട്ടിൻ്റെ ചെറിയൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും, കൽബാണ് ഫാത്തിമ, ആ തരം പാട്ടുകളായിരുന്നു ഞാൻ ആനുവൽ ഡേന് പെർഫോം ചെയ്തത് അവിടെ. ഇപ്പോൾ പോപ്പുലറായിട്ടുള്ള സ്കൂളിൽ ഈ MES പഠിക്കുന്ന സമയത്ത്. പിന്നെ കുറച്ചുകൂടെ വിനീത് ശ്രീനിവാസനൊക്കെ അന്നേരം കയറി വരുന്നൊരു സമയമാകുമ്പോൾ അയാളുടെ പാട്ടുകൾ. അതിനുശേഷമാണ് ആൾട്ടർനേറ്റ് റോക്ക്, വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ കോളേജ് ലൈഫ് വരികയാണ്. പിന്നെ നടക്കുന്നത് ഈ കൊറോണ എന്നൊക്കെ പറയുമ്പോൾ നിയർ ടു 10 years അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മ്യൂസിക്കൽ ആക്ടിവിറ്റിയും നടന്നിട്ടില്ല. കോളേജിലും നടന്നിട്ടില്ല. കോളേജിൽ നടന്നിട്ടുണ്ട് വളരെ റെയറായിട്ട്. കുറച്ച് ആന്ധ്ര സോങ്സ് ഒക്കെ അന്നേരം കോളേജിലെ പിള്ളേർ പറഞ്ഞത് കൊണ്ട് പാടുകയൊക്കെ ചെയ്തിരുന്നു. അല്ലാതെ ഇതിൻ്റെ ഒരു ട്രിഗറിങ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ 10 കൊല്ലം നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾവിക്കാരനായിരുന്നു. പക്ഷേ അങ്ങനെ കേൾവിക്കാരനായിരുന്നു ഒരു എവിടെയെങ്കിലും വലിയൊരു ഒരു പാട്ട് എവിടെയും പെർഫോം ചെയ്തിട്ടില്ല, പാടി നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിനെന്താ പറയുക, ഒരു ഹൈബർനേഷൻ പീരീഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പീരീഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഈ 10 വർഷത്തിന്റെ ഇടയിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ കാണാൻ വഴിയില്ല. അങ്ങനെ ഒരു നമ്മുടെ എനിക്കൊന്ന് ഹൈദരാബാദ് ആ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ ഉള്ള ധാരണ പെട്ടെന്നൊരു ദിവസം എന്താണ് ഇതിന് ശേഷം ഒരു പാട്ടുകാരനായി എന്നുള്ള രീതിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഞാൻ ശരിക്കൊരു പാട്ട്, അതായത് മ്യൂസിക് സർക്കിളുകളിൽ, ഇപ്പം നമ്മുടെ ഖത്തറിലെ പ്രവാസി മ്യൂസിക് സർക്കിളുകളിൽ ഞാനൊരു പാട്ടുകാരനായിരുന്നു. ഞാൻ വലിയ പ്രോഗ്രാംസ് ഈ പറഞ്ഞതുപോലെ 3000-4000 ആൾക്കാരുടെ ഷോസിലൊക്കെ പാടിയിട്ടുണ്ട്. 12th പഠിക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ 10th 9th പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 10th പഠിക്കുന്ന സമയത്ത് വലിയ ഈ പറഞ്ഞല്ലോ 6th വലിയ ഓഡിയൻസാണ്. അവരുടെ ഓഡിയൻസ് എന്ന് വെച്ചാൽ ഒരു ഹോൾ ഗ്രൗണ്ട്, ഒരു മൈതാനി മൊത്തം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു എന്തെങ്കിലും സ്റ്റാഗ്നേഷനോ ഹൈബർനേഷൻ പീരീഡ്. അതെന്തുകൊണ്ടാണ്? സാഹചര്യത്തിൻ്റെ സാഹചര്യം ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ IT ജോലിയുടെ ഒരു സാഹചര്യം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഒരു ജോലിയും അവിടുത്തെ ഒരു കൾച്ചറും പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല അവിടെ. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ നാട്ടിലായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മ്യൂസീഷ്യൻസിനൊക്കെ എനിക്ക് കാണാൻ ഇടയുണ്ടായിരുന്നെങ്കിൽ ഞാൻ പരിപാടികൾക്ക് പോകുമായിരുന്നു. പക്ഷേ ഹൈദരാബാദ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എനിക്കറിയാത്തൊരു സൊസൈറ്റിയാണ്. ലൈക്ക് ആ സൊസൈറ്റിയിൽ ഒരു മ്യൂസീഷ്യനെ പോലും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ഈ സമയത്ത്. ആരും വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാവാം. ഞാൻ അതിലേക്ക് ലൈക്ക് ഐ വാസ് നോട്ട് അട്രാക്റ്റഡ് ടു ഇറ്റ്. ഈ പഞ്ചാബി ഹൈദരാബാദ് പക്ഷേ ഒരു സംഗീതത്തിൻ്റെ വലിയൊരു കേന്ദ്രമാണ് ഹൈദരാബാദ്. നമ്മളൊരു സർക്കിളിലോ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലോ അങ്ങനെ ഒരു സംഭവങ്ങളില്ല. അപ്പോൾ ഈ ഒരു ഹൈബർനേറ്റ് പീരീഡിൻ്റെ അതിൻ്റെ അവസാനമായിട്ട് നിങ്ങൾ കാണുന്നത് കൊറോണ പീരീഡാണ്. പക്ഷേ ഈ ഹൈബർനേഷൻ പീരീഡിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹൈബർനേഷൻ പീരീഡിലാണല്ലോ നമ്മളൊക്കെ പരിചയപ്പെടുന്നത്. അപ്പം ഈ പീരീഡിൽ ശരിക്ക് വേറൊരു തരത്തിൽ നമുക്ക് നമ്മുടെ ആന്തരികമായിട്ടുള്ള ചില ചിന്തകളിലെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വലിയൊരു കാരണം നിങ്ങളാണ്. നമ്മൾ കുറച്ച് അങ്ങനത്തെ ഗ്രൂപ്പുകളും അങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ നമ്മൾ അതെടുത്തിരുന്നു. അത് ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ്. കാരണം നമ്മൾ പരിണമിക്കുന്നതിനനുസരിച്ചാണല്ലോ ഇതെല്ലാം വരിക. ഒരു സാധനം ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്ന ഒരു സീഡ് അത് എങ്ങനെയാണ് അത് വളർന്നു വന്നതെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ട്രിഗർ നടന്ന എവിടെയാണെന്നുള്ളത്.
അപ്പം നമ്മുടെ ഡിസ്കഷൻ ഇപ്പം ഫലാസഫ ഗ്രൂപ്പായാലും ആ സമയത്തുണ്ടായ കുറച്ച് ഡിസ്കഷനൊക്കെ എന്നെ വളരെ രസകരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ചിന്ത പ്രോസസ്സ്. നോട്ട് ലൈറ്റ് ഞാൻ അത്രയ്ക്ക് അതിൽ ഇൻവോൾവ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കേഴുന്നിറങ്ങി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. ഓൺ എ ലെയർ, ആ ഒരു ലെയറിൽ എനിക്ക് ചിന്തിക്കാനുള്ളൊരു നമ്മളതുപോലെ അതുവരെ അത് അങ്ങനെ ആയിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് എൻ ഓർത്തഡോക്സ് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ എല്ലാം ഒരു റീഡിങ്ങിലായിരുന്നു. നമ്മളെ റീഡിങ് സ്റ്റൈലും അല്ലെങ്കിൽ ചിന്ത അതൊക്കെ മാറ്റുന്നതിനൊരു വലിയൊരു പങ്ക് നമ്മുടെ ആ ഗ്രൂപ്പും നിങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ എന്ന് പറയുന്നത് ഈ പഞ്ചാബിൽ പോയ സമയത്ത് കൊറോണ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീടൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അണ്ടറിലുള്ളൊരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു പെയിൻ എന്നാണ് അതിന് പറയുക, എന്താണ് അതിന് പറയുക, ലോങ്ങിങ് ടു ഗെറ്റ് ബാക്ക് ഹോം. അപ്പോൾ അതിനെനിക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് പഞ്ചാബിലുള്ള സമയത്ത് അവിടെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് ഈ ബാബുരാജ് പിന്നെ അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കുകളും ഗസൽസൊക്കെ കേൾക്കാൻ ഇടയായി എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സംഗീതത്തിൻ്റെ ഒരു അണ്ടർലൈങ് ഒരു മിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ ഈ ഹിന്ദുസ്ഥാനി ഗസലുകൾക്കെല്ലാം. ചില പാട്ടുകൾ ചില രാഗങ്ങൾക്കെല്ലാം അതുള്ളത് കൊണ്ട് മേ ബി ഐ ഗോട്ട് അട്രാക്റ്റഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ സമയത്ത് ഞാൻ 2-3 പാട്ടൊക്കെ പാടി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇത് കൊറോണക്ക് മുന്നെയാണ്. ബട്ട് സൂൺ കൊറോണ സംഭവിച്ചു. ആൻഡ് കൊറോണ സംഭവിച്ചപ്പം പിന്നെ ഇനീഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം വി ഡോണ്ട് നോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വർക്കുകൾ, മ്യൂസിക്കലി അല്ല ഞാൻ പറയുന്നത്, വർക്ക് റിലേറ്റഡ് ആയിട്ട് പറയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സ്റ്റോപ്പായതുകൊണ്ട് എങ്ങനെ ഇതിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഒരു 2-3 മാസം നമ്മളിങ്ങനെ അതിൻ്റെ പിന്നിൽ ഓടുകയും ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും നടക്കൂല, ഇതൊരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. ദ കളക്ടർ ഓഫ് ദാറ്റ് ഡിസ്ട്രിക്ട് ജസ്റ്റ് സെഡ് എൻജോയ്. വീട്ടിലിരുന്നോ, ജസ്റ്റ് ഫുഡ് മേടിക്കുക, കഴിക്കുക, അതാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു ലോകമാണല്ലോ. നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ല. ലൈഫ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ജീവിത ഓട്ടങ്ങളെല്ലാം അവിടെ നിന്ന്. എനിക്കറിയില്ല, കാരണം അന്നേരം ഞാൻ IT ജോലിയൊന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. വി ആർ മെന്റലി ഫ്രീ. അപ്പം ഞാനെന്ത് IT ജോലിയിലുള്ളവർക്കാണെങ്കിൽ ആ സമയത്ത് ഓൺലൈൻ റിമോട്ട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് റിമോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നിങ്ങളെ പോലെ അന്ന് നിങ്ങൾ ബിസിനസ്സിന്റെ ആവശ്യത്തിനാണ് അവിടെ പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ജോലി ഒന്നും ചെയ്യണ്ട, വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അതെ. ഇതിൻ്റെ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ പഞ്ചാബിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് അവിടുത്തെ എന്താ പറയുക, പഞ്ചാബിലെ അവരുടെ ആരാധനാലയങ്ങൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പള്ളികളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കവാലി സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, ഈ ദർഗകളിലും പരിപാടികളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുറേ നേരം ഇരുന്നിട്ടൊക്കെ ഉണ്ട് രാത്രിയൊക്കെ കേൾക്കാനും. പിന്നെ അതുപോലെ അവരുടെ ഗോൾഡൻ ടെമ്പിളിൽ ഉള്ളിൽ എപ്പോഴും മ്യൂസിക്, അവരുടെ ഈ ബുക്ക്, അവരുടെ ഹോളി ബുക്ക് എന്ന് പറയുന്നത് അത് മ്യൂസിക്കാണത്. മ്യൂസിക് പാടിക്കൊണ്ട് അവർ എപ്പോഴും ഒരു കൺസേർട്ട് ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഇരിക്കുകയും കാണുകയും കുറേ അങ്ങനെ അതൊരു രസമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ കൊറോണ വന്നപ്പം മെയിൻലി നമ്മൾ ചെയ്തത് പാട്ടായിരുന്നില്ല, ഈ മൂവീസിലേക്കാണ് കുറേ കൂടെ. കാരണം സ്പേസ് വന്നപ്പോൾ ഞാൻ മൂവീസ് കുറേ കണ്ടു തുടങ്ങി. ഈ പ്രത്യേകിച്ച് ഇറാനിയൻ ഫ്രഞ്ച് മൂവീസൊക്കെ അന്നേരം നമ്മൾ ഇടയില്ലാത്ത കുറച്ച് മൂവീസൊക്കെ കാണാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും സമയമുണ്ട്. അപ്പോൾ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് മൂവീസ് കാണുക എന്നുള്ള ഒരു രസകരമായിട്ടുള്ളൊരു പ്രോസസ്സ് അവിടെ അന്നേരം നടന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അബ്ബാസ് കിയാറോസ്താമി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഇറാനിയൻ മൂവി മേക്കർ. പുള്ളിയുടെ എല്ലാ പടവും ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഈ മ്യൂസിക്കൽ സാധനം ഒക്കെ നടക്കുന്നത് ഒരേ സമയത്താണ്. അത് എനിക്ക് തോന്നുന്നത് അവിടുന്നാണ് അത് എന്താ പറയുക, അതൊരു ഒരു ബ്ലോസമിങ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടാവുക.
അതിൻ്റെ അതിൻ്റെ അണ്ടർലൈൻ ആയിട്ട് വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ജോലിയില്ലായ്മ, ദർ ഇസ് നോ വർക്ക്, നോ സാലറി, ഫാമിലിയും ഉണ്ട്. അപ്പം അതെല്ലാം ഒരു വൈകിൽ ഒരു സൈഡിലുള്ളപ്പോൾ തന്നെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിൻ്റെ ഒരു സാധനം അവിടെ എവിഡൻ്റ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ മൂവി കാണുന്നു, ആ മൂവിയിലും ഇത്തരം സാധനങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സംഭവങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നു. പിന്നെ അതിൽ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ പാട്ട് പാടുക എന്നുള്ളതാണെന്ന് പറഞ്ഞല്ലോ. 12ാം ക്ലാസ് വരെ പല വേദികളിലും പാടിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കമ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതെ. അപ്പോൾ നമ്മളന്ന് എനിക്കൊന്ന് സംസാരിക്കുമ്പോൾ കുറേ കവിത പോലത്തെ ഒക്കെ എഴുതുക, എനിക്ക് കമ്പോസ് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു നോമ്പ് കാലത്താണെന്ന് തോന്നുന്നു നമ്മളിതൊരു നോമ്പിനെ സംബന്ധിച്ചുള്ള ഒരു അല്ല, എനിക്ക് വ്യക്തമായി പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് നമ്മുടെ ഒരു കൺവെർസേഷൻസ് തുടങ്ങുന്നത് നമ്മുടെ ഈ CA ആൻറ്റി അവിടെ സഫൂറ സർക്കാരിൻ്റെ ഒരു ഇൻസിഡൻറ്റ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഫയസ് അഹമ്മദ് ഫയസിന്റെ ഒരു സാധനം ക്യൂറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു കവിതയാക്കി ഇറക്കി. അത് ഓൾറെഡി ഉള്ള ട്യൂണും ഇതൊക്കെയാണ്. അല്ല, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരാൾ പാട്ട് പാടുന്നു എന്നുള്ളതൊന്ന്, പക്ഷെ അതിൽ നിന്നൊരു കമ്പോസിങ് എന്ന് പറയുമ്പോൾ അത് എൻ്റർലി ഡിഫറെൻ്റ് അല്ലേ? ക്രിയേറ്റീവ്, അതായത് ഒരു ക്രിയേറ്റീവ് തോട്ട് വരുന്നത് ഇതിൽ നിന്നാണ്. അതായത് സിനിമകൾ കണ്ടിട്ടും ഒരു ക്രിയേറ്റിവിറ്റി റിയാൽമ ഭയങ്കര രസകരമായിരിക്കും. അതിനൊരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഒരു റിയാൽമ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യത്തിൽ അങ്ങനെ കമ്പോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചങ്ങ് ചെയ്യുന്നത് അതാണ്. ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. കാരണം ഈ നല്ല സിനിമകൾ കാണുമ്പം എനിക്ക് പൊതുവേ ഉള്ളൊരു സംഭവമാണ്, നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഏരിയ ഭയങ്കരമായിട്ട് ഒന്ന് ഉണരും. നോർമലുള്ള ഇതല്ലാതെ തന്നെ എന്തെങ്കിലും അത് സിനിമാറ്റിക് ആയിരിക്കണം എന്നൊന്നുമില്ല, നമുക്കും എന്തെങ്കിലും ചെയ്യണം. ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു സമയം ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഈ സഫൂറയുടെ ആ ഒരു സംഭവം നമുക്ക് അങ്ങനെ എന്തോ ഒരു ട്രൈ ചെയ്ത് നോക്കിയാലോ. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളാന്ന് തോന്നുന്നു ആദ്യം ഇങ്ങനൊരു വർക്ക്, ഇങ്ങനൊരു സാധനം ചെയ്താലോ എന്നുള്ളത്. അതെനിക്ക് എക്സാക്ട്ലി എനിക്കറിയില്ല പാട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു സോങ് അത് ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഞാൻ ആ സമയത്താണ്, ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ആ സമയത്താണ്. ഇമാം ഗസാലി കുറിച്ചുള്ള ഇമാം ഗസാലി. നിങ്ങൾ ഗസാലിയെ കുറിച്ച് നമ്മൾ അതേ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നല്ലോ പണ്ട് പോലെ. നമ്മുടെ അവിടെ ഹൈദരാബാദ് വെച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ സമയം കിട്ടി എന്നുള്ള ഒരു ഇതായിരിക്കും. അപ്പം ഈ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു, എല്ലാവരും വീട്ടിലടഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനത് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അതൊന്ന് എഴുത്തുമായിട്ട്, അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വാട്സപ്പിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞൊക്കെ ഇങ്ങനെ ഒരു കവിത എഴുതും, സഫൂറയുടെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഒരു നോമ്പ് കാലത്ത് നോമ്പിനെ കുറിച്ച് നമ്മളൊരു അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഒരു കവിത എടുത്തിട്ട് നമ്മൾ ഒരു നോമ്പ് വിശപ്പിന്റെ മാധുര്യം അത് നമ്മൾ ചെയ്തു. അത് അങ്ങനെ ചെയ്തപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷെ അന്നത്തെ എനിക്കറിയില്ല, നിങ്ങൾക്ക് സ്വയം അന്നത്തെ വർക്കൊക്കെ ഭയങ്കര എന്താണ് അത്ര അല്ല. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഏറ്റവും നല്ല വർക്കുകൾ ഇറങ്ങിയത് ആ ടൈമിലാണുള്ളത്. അതിൻ്റെ പിന്നിൽ ഈ കാരണങ്ങളാണ്. അതായത് എനിക്ക് തോന്നുന്നത് പെയിൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഏരിയയിലെ ഏറ്റവും വലിയൊരു ബൂസ്റ്റർ തന്നെയാണ് പെയിൻ. ആ പെയിന് തന്നെയാണ് ഏറ്റവും നല്ല വർക്കുകൾ ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിത്ത് കംഫർട്ട്, വിത്ത് ലൈക്ക് എല്ലാ സൗകര്യങ്ങളിലും ക്രിയേറ്റിവിറ്റിയുടെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഐ ഡോണ്ട് നോ, ആ ക്രിയേറ്റീവ് റിയാൽമിൻ്റെ ഒരു പരമോന്നതിയിൽ ആ ഒരു ചിന്തയിൽ എത്താൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയം ഉണ്ടായിരുന്ന ഇപ്പം നോമ്പിൻ്റെ സോങ്ങൊക്കെ ഭയങ്കര, അതിൻ്റെ കമ്പോസിഷൻ അടിപൊളിയായിരുന്നു എനിക്ക് വന്നത്. അതുപോലത്തെ ഒരു കമ്പോസിഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ സെൽഫ് വിലയിരുത്തുമ്പോഴേ, കാരണം നമ്മുടെ കോണ്ടെക്സ്റ്റുകളും മാറുന്നുണ്ട്. നമ്മൾ പിന്നെ കേൾക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഇടപഴകുന്ന മ്യൂസീഷ്യൻസ്, നമ്മുടെ ചുറ്റുപാടാണല്ലോ നമ്മളെങ്ങനെ മാറ്റി മറിച്ച് കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാട് വേറൊരു ചുറ്റുപാടായിരുന്നു, ഇപ്പോൾ ഉള്ള ചുറ്റുപാട് വേറെതാണ്. അപ്പം
അതൊരു വേറൊരു ലോകമായിരുന്നു അത്. എന്നാണ് ബഷീറിൻ്റെ ഈ ഒരു അതെ, ബഷീറിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്ത വർക്കല്ല, നമ്മൾ അതിനു മുന്നേ 2-3 സംഭവം ചെയ്തിട്ടുണ്ട്. അതെ, അതാണ് സത്യം. അതിപ്പോൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നു? ഫ്യൂച്ചറിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് ചെയ്തിരുന്നത് ഒരു ഫോണിൻ്റെ സ്പീക്കറിൽ മൈക്കിൽ പാടിയിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ ഒരു പഴയ ലാപ്ടോപ്പിലൊരു അതിലുണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ അത് വെച്ചിട്ട് കീബോർഡ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ് വേണം, മിഡി കീബോർഡ് എന്ന് പറയും. അതുപോലും എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് വെച്ചിട്ടാണ് കുത്തിയിട്ടാണ് അത് ചെയ്തത്. കാരണം സമയമുള്ളത് കൊണ്ട്. ഇന്നതൊരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സാധനം ചെയ്യണത്. ബട്ട് ആ ചെയ്ത സാധനം ഒരു പ്രൊഫഷണൽ ഒരു അറിവുണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല. ചെയ്യണം, അതിൻ്റെ ഒരു ത്വരയിൽ ചെയ്തതാണ്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടും മിക്സിങ്, അതായത് എല്ലാം ഇൻഡിവിജ്വലിയാണ് ചെയ്തത്. ഞാൻ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. മൈക്ക് പാടിയതും ഇപ്പം നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ ഒരു റൂമിൽ അക്കൂസ്റ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നോയ്സുകൾ കയറി വരിക. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അതിൽ കുറേ നോയ്സുകളും പല പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അന്നേരം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ കട്ടിലില്ലേ, നമ്മുടെ മാട്രസ് എടുത്തിട്ട് ഒരു ചുമരുമല് വെച്ചിട്ട് എക്കോ അടിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ അതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത്. അതിൻ്റെ പിന്നിൽ നടന്ന വർക്കുകൾ അങ്ങനെ. അപ്പോൾ അതെനിക്കതെത്ര നല്ലൊരു പാട്ടായിട്ട് അതിനൊരു പ്രൊഫഷണലി അതിനെ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം എന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള അന്ന് നമ്മളത് റിലീസ് ചെയ്ത സമയത്ത് കുറച്ച് പേര്, നമ്മുടെ സർക്കിളിലുള്ള കുറച്ച് പേരിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി. അത് അവർക്ക് വല്ലാതെ അവർക്കത് ആകർഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇങ്ങനത്തെ പാട്ടുകളിൽ ഒരു കോമൺ ആൾക്കാർക്ക് പെട്ടെന്ന് കത്തില്ല എന്നും അവർക്കത് മനസ്സിലാവാൻ ഒരു സമയം എടുക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പക്ഷെ ആ മനസ്സിലായ ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണിത് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഒന്നുകൂടെ ചെയ്യണം. ഞാനത് യൂട്യൂബിൽ നിന്ന് വലിച്ചതിന് ശേഷവും എല്ലാ വർഷവും എല്ലാ സമയങ്ങളിലും പല ടൈമിങ്ങളിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ അതിൻ്റെ ഓഡിയോ അയച്ചു തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ലല്ലോ അതിൻ്റെ അവർക്ക് എന്താണ് അത് കൊണ്ടുണ്ടായത്. ഒരു സ്റ്റാൻഡ് അലോൺ സിംഗിളായിട്ട് നിങ്ങൾ ഉടനെ പുറത്തിറക്കുന്നു, അതാണ് ഒരു പ്ലാൻ. അതെ. പിന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് ഒരു 8 വർഷമായോ? 8 വർഷമാറായി. ഈ ഒരു 8 വർഷത്തിൽ നിങ്ങളുടെ മ്യൂസിക്കൽ ജീവിതത്തിൽ അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾ ചെയ്യുന്ന കമ്പോസിഷനിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ വളർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞിട്ട്? എനിക്ക് തോന്നുന്നത് ക്രിയേറ്റീവ്ലി സ്റ്റാഗ്നൻ്റ് ആണ് ഞാൻ. വലിയൊരു വളർച്ചയൊന്നും എനിക്കുണ്ടായിട്ടില്ല ക്രിയേറ്റീവ് സോണിൽ. പിന്നെ ഒരു മാറ്റം വന്നതെന്ന് പറയുന്നത് കുറേ കമേഴ്ഷ്യൽ വർക്ക്സൊക്കെ കുറേ വന്നിട്ടുണ്ട്. അത് പലതും ഞാൻ ഡെലിവർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് അമേസിങ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും കുറേ ഇൻലൈൻ പ്രൊജക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ചെയ്യാം എന്ന് വെച്ചാൽ അത് കമേഴ്ഷ്യൽ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകളാണ്. അത് പൂർണ്ണമായും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവരാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ എന്തിലും. അതിപ്പോൾ വിഷ്വലി അത് പ്രസൻറ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഓഡിയോ പോലും എന്ത് ട്യൂണിലാണ് വേണ്ടതെന്നും അത് അവരുടെ ആവശ്യങ്ങളാണ്. അതാണല്ലോ അവർ കമേഴ്ഷ്യൽ അവരിത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി ഇപ്പം നമ്മുടെ ഒറിജിനൽ സോങ്സ് എന്ന് പറയുമ്പം അതിനുശേഷം ഒരു പാട്ടും ഒറിജിനലായിട്ട് ഇറക്കിയിട്ടില്ല. അതാണ് ഒരു വാസ്തവം.